ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഫേസ് പാക്ക് മാത്രം ഇട്ടതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവണമെന്നില്ല. അതിന് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്യുമ്പം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ എക്സ്ഫോളിയേറ്റ് ആവാനും പുതിയ സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടായി വരാനും അങ്ങനെ സ്കിന്നിന് ഈവൻ സ്കിൻ ടോൺ കിട്ടാനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനും നിറം വയ്ക്കാനും ഒക്കെ ഈ ഒരു സ്ക്രബ്ബ് സഹായിക്കും. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ക്രബ്ബുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു സ്ക്രബ്ബ് ഞാൻ ഈ പറഞ്ഞ ഗുണത്തിന് മാത്രമല്ല നമ്മുടെ കവിളിലൊക്കെ ഒരു പിങ്കിഷ് ഗ്ലോ ഒക്കെ കിട്ടാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനായിട്ട് ബീട്രൂട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ക്രബ്ബാണിത്. ഇത് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈ കാലുകളിലെ ടാനൊക്കെ മാറാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കഷ്ണം ബീട്രൂട്ട് വേണം. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ആൻറ്റി ഏജിങ് ഗുണങ്ങൾക്കും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനും ഒക്കെ സഹായിക്കും. അതുകൂടാതെ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി കൊളാജൻ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിന് UV റേസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവും ബീട്രൂട്ടിനുണ്ട്. അപ്പോൾ ഇത്ര വലിപ്പമുള്ള ഒരു പീസ് ബീട്രൂട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ എടുക്കുന്ന അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫുൾ ബോഡി യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് മിക്സിയിൽ അരച്ചെടുത്താൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവില്ല. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്ക്രബിങ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് കാപ്പിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള കാപ്പിപ്പൊടിയല്ല, സാധാരണ നോർമൽ ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ഇതിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 4 സ്പൂണോളം കാപ്പിപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടി നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കാനും സ്കിന്നിലെ ബ്ലഡിൻ്റെ ഫ്ലോ ഇൻക്രീസ് ആക്കാനും ഒക്കെ ഇത് സഹായിക്കും. നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. നമ്മളിത് ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പൊടിക്കാത്ത പഞ്ചസാര എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഫേസിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ തരിയില്ലാത്ത ചെറിയ തരിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ പൊടിക്കണം എന്നില്ല, അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് പൊടിക്കാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ തരിയാകുമ്പോൾ നമ്മൾ പതുക്കെ മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര മെയിനായിട്ടും ആ ഒരു എക്സ്ഫോളിയേറ്റിംഗ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയുടെ ആ ഒരു തരിതരിപ്പ് കൊണ്ട് ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആവാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആവാനും ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട, പഞ്ചസാര അലിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏരിയ ഒന്ന് വെറ്റ് ആയിരിക്കണം. അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അത് തുടച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ സ്ക്രബൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സ്കിന്ന് ഡ്രൈ ആവുന്ന പോലെ ഫീൽ ഉണ്ടാവും. അതുമാത്രമല്ല സ്കിന്നിൽ നല്ല സ്ക്രബ് ചെയ്തതിൻ്റെ റിസൾട്ടൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ പതുക്കെ മാത്രം ഈ ഒരു സ്ക്രബ് നിങ്ങൾ ചെയ്യണം. സ്കിന്ന് ഡാമേജ് ആവാത്ത രീതിയിൽ ഒരു 5 മിനിറ്റോളം ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഉടനെ തന്നെ വാഷ് ചെയ്യാതെ നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഈ ഒരു സ്ക്രബ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്